ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് കുറച്ചൊരു വെജ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണിയോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് വിചാരിച്ച് വെജ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്നത് പപ്പടം കാച്ചിയാണ് ചെയ്തത്. അരി ഞാൻ ഓൾറെഡി വേവിക്കാൻ വെച്ചു. അതിന് ശേഷം നമ്മൾ പപ്പടം കാച്ചിയാണ്. കാരണം പപ്പടം കാച്ചി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണ ബാക്കി വരുന്നതിനകത്ത് നമ്മുടെ ഉള്ളിയും അതൊക്കെ വഴറ്റാൻ നേരട്ടെ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പപ്പടം കാച്ചി സാധാരണ ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും എണ്ണ ബാക്കി വെറുതെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് പപ്പടം കാച്ചിയിട്ട് ആ എണ്ണയിലോട്ട് ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മുടെ സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ വഴറ്റുന്നത്. അപ്പോൾ അത് വഴറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഉള്ളിയൊക്കെ വഴറ്റി നമ്മൾ ഉപ്പൊക്കെ കൂടെ ചേർത്തിട്ട് വഴറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിന് വഴറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് വഴറ്റിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മോൻകുട്ടൻ വന്നിട്ട് അവന് ക്യാപ്സിക്കം ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറയൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് പിന്നെ അവന് വെച്ച് കൊടുത്തു. അങ്ങനെ അവനത് ഇട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ക്യാപ്സിക്കം ഒരുവിധം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ വഴറ്റിയതിന് ശേഷം ഞാനത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മളെന്ത് ചെയ്തു, ഞാൻ എളുപ്പപ്പണിയൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയെ നമ്മൾ റൈസിലിടാൻ വേണ്ടിയിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ടും ഞാൻ വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ഓരോന്നായിട്ട് വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാപ്സിക്കും അതുപോലെ ഈ നട്ട്സും എല്ലാം കൂടെ നമ്മൾ ലാസ്റ്റാണ് റൈസിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നത്. അപ്പം സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ റൈസായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചോറ് മിക്സ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ട് വീണ്ടും കയറി വന്നിട്ടുണ്ട്. അവനത് വിളമ്പി ഇടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അവന് വിളമ്പാനൊക്കെ ഞാൻ കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കറി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് അതുകൊണ്ട് അണ്ണന് ചിക്കൻ കറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ചോറൊക്കെ മിക്സ് ചെയ്തു ഇതാണ്ടേ പറക്കി ഇടുന്നുണ്ടല്ലേ. ഈ അപ്പുറത്തെ പാത്രത്തിൽ ഇടേണ്ടതിന് അവർ പകരം അവനതെല്ലാം അവിടെ വാരി ഈ പാത്രത്തിലിട്ടു. പിന്നെ അവനെ തന്നെ വിളമ്പണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. അവന് കളിക്കാനൊന്നുമല്ല പോകേണ്ടത്, ഇതിങ്ങനെയുള്ള ഓരോ പരിപാടി ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കയറിയെന്ന് ചെയ്യും. പിന്നെ നമുക്ക് സഹായമല്ലേ, അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പറയാറില്ല, ചെയ്തോട്ടേന്ന് കരുതും. ഇപ്പോഴേ ഇതൊക്കെ ചെയ്തു തരത്തുള്ളൂ. പിന്നെ വലുതായിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് അവരുടെ ഇഷ്ടമല്ല, ചെയ്തോട്ടേന്ന് കരുതി അങ്ങനെ അവൻ ചെയ്യാൻ കൊടുത്തു. കണ്ടില്ല, ഇങ്ങനെയൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് ഇളക്കുകയും പിടിക്കുകയൊക്കെയാണ് അവൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയല്ല വാങ്ങിയത്, ഡ്രാഗൺ ചിക്കനാണ് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ കേക്ക് വേൾഡിൽ നിന്ന്. അപ്പം ഒരു തവണ കേക്ക് വേൾഡിൽ കയറി റൈസും ഡ്രാഗൺ ചിക്കനും കൂടെ കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ നല്ല ഫുഡൊക്കെ കാണുമ്പം അല്ല കഴിക്കുമ്പം ഇങ്ങനെ നോർത്ത് വെക്കുക എവിടെ നിന്നാണ് നമ്മളത് കഴിച്ചതെന്ന്. പിന്നീട് വാങ്ങിക്കണമെങ്കിൽ അവിടെ പോയി ആ സാധനം വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അപ്പം അങ്ങനെ ഓർത്ത് വെച്ച് വാങ്ങിച്ചതാണ്. അപ്പം മോൻകുട്ടനും ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൽ കുറേ സോസൊക്കെ ആയതുകൊണ്ട് ഒരു മധുരമാണ്. അപ്പോൾ എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഡ്രാഗൺ ചിക്കൻ വാങ്ങിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ.